വണക്കം. CJP പ്രൊട്ടസ്റ്റ്. ഈ CJP പ്രൊട്ടസ്റ്റ് നടന്ന ഈ സമയത്ത് വളരെ വലിയ രീതിയിലുള്ള വിമർശനം ദേശീയ മാധ്യമങ്ങൾ ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അത് CJP പ്രൊട്ടസ്റ്റിൽ ഉടലെടുത്ത മുദ്രാവാക്യങ്ങളാണ്. നമുക്കറിയാം, മുദ്രാവാക്യങ്ങൾ എല്ലാ പ്രൊട്ടസ്റ്റിലും എല്ലാ ആൾക്കാരും വിളിക്കും. അങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ മുദ്രാവാക്യം മാന്യമായിരിക്കണം, സഭ്യമായിരിക്കണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പോരാത്തതിന് അതിൽ പ്രദർശിപ്പിക്കുന്ന പ്ലക്കാർഡുകൾ, അതിൽ പ്രദർശിപ്പിക്കുന്ന മറ്റു പല കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ സഭ്യമായ ഭാഷയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളായിരിക്കണം. നമ്മുടെ കേരളത്തിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് നമ്മുടെ ചിന്താ ജെറോം ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ചിന്താ ജെറോം നടന്നു പോകുന്ന ആ ഒരു റാലിയിൽ ഒരു മുദ്രാവാക്യം വിളിക്കുന്നു. എനിക്ക് തോന്നുന്നത് അത് KSUക്കാർക്കെതിരെയോ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെയോ ആണ് വിളിക്കുന്നത്. അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ ചെറ്റകളെ, അങ്ങനെയാണ് പട്ടികളെ എന്നാണ്. ഇങ്ങനെ ഏതോ ഈ രണ്ട് വാക്കിലേതോ ആണ് വിളിക്കുന്നത്. ഈ മുദ്രാവാക്യം പുറത്തു വന്നു കഴിഞ്ഞ ശേഷം വലിയ രീതിയിലുള്ള വിമർശനം ചിന്താ ജെറോമിന് നേരെ ഉണ്ടായി. ചിന്താ ജെറോമിന് നേരെ ഈ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ചിന്താ ജെറോം ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി കളഞ്ഞു. പോരാത്തതിന് കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പല പല മുദ്രാവാക്യങ്ങളും, ചെറിയ ചെറിയ മുദ്രാവാക്യങ്ങൾ പോലും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ പാർട്ടി അവരെ പുറത്താക്കും, ഇല്ലെങ്കിൽ പാർട്ടി അവരെ തിരുത്തും, ഇല്ലെങ്കിൽ തരം താഴ്ത്തും, ഇല്ലെങ്കിൽ തള്ളിപ്പറയും. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേസിലേക്ക് വരുമ്പോൾ ഇതൊന്നും ആർക്കും ബാധകമല്ല. ഈവൻ നമ്മുടെ മാധ്യമങ്ങൾക്കാണ് ആദ്യം ഇത് ബാധകമല്ലാത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ ലൈംഗിക അധിക്ഷേപം നടത്തിയാൽ, പ്രധാനമന്ത്രിയുടെ അച്ഛൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ പടം വരച്ചു വെച്ചാലോ, അത് പറഞ്ഞൊരു തെറി പുറത്തു വന്നാലോ നമ്മുടെ നാട്ടിൽ വിനു വി ജോൺ കൈകൊട്ടിച്ചിരിക്കും. അബ്ജോദ് വർഗീസ് ഇത്രയും നല്ലൊരു കല ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞ് വാർത്തയടിക്കും. പോരാത്തതിന് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലിരിക്കുന്ന പല മാധ്യമ മുതലാളിമാരും ഉണ്ടല്ലോ, ഇവരെല്ലാവരും എന്താണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങ് വിഴുങ്ങും, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങ് മറക്കും. അങ്ങ് മറന്നിട്ട് ഇതുപോലൊരു കലാസൃഷ്ടി വാവ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അച്ഛൻ, പ്രധാനമന്ത്രി ആർക്കും വിമർശിക്കാം. പക്ഷേ പലപ്പോഴും ആ വിമർശനം കടന്ന് എന്തായി പോകുന്നുണ്ട്, വലിയ രീതിയിലുള്ള അധിക്ഷേപമായി മാറുന്നുണ്ട്. അന്ന് പറഞ്ഞാൽ പച്ചത്തെറി, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ആ പച്ചത്തെറിയായി മാറുന്നുണ്ട്. ഈ പച്ചത്തെറിയും അവിടെ നടന്ന വലിയ കലാപസമാനമായിട്ടുള്ള സാഹചര്യവും ഒന്നും തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. ഇതൊരു ഫാക്റ്റാണ്. ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഇവിടെയുള്ള നാട്ടുകാരറിയുന്നത് നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും സോഷ്യൽ മീഡിയ ഈ കാലത്ത് ശക്തമായതും കൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ ഈ കാലത്ത് ശക്തമായി നിൽക്കുന്ന ഈ സമയത്ത് പോലും ഈ മാധ്യമങ്ങൾ ഇത്രയും വലിയ വാർത്തകൾ മുക്കുന്നുണ്ടെങ്കിൽ, ഈ മാധ്യമങ്ങളുടെ പ്രൈം ടൈമിൽ ഇവരെന്തൊക്കെ വാർത്തകൾ മുക്കിക്കാണും എന്ന് നമ്മളൊന്ന് ചുമ്മാ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഭിജിത്ത് ദീപ്കെ ടൈഫോയിഡ് പിടിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. അതിനുശേഷം അവൻ വന്ന് ആ ടൈഫോയിഡ് പിടിച്ച് കിടക്കുന്നുവെന്ന് വലിയ രീതിയിലുള്ള ആകാംക്ഷയും ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് നടത്തി കഴിഞ്ഞ ശേഷം ഇവൻ നേരെ പോയതൊരു 5 സ്റ്റാറോ 3 സ്റ്റാറോ ഹോട്ടലിലേക്കാണ്. അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ പങ്കെടുക്കാനാണ് പോയത്. ടൈഫോയിഡ് പിടിച്ച് കിടക്കുന്നവനാണ് ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയത്. പക്ഷേ ആ പാർട്ടിയുടെ ദൃശ്യങ്ങൾ ഇവിടെ എത്ര മാധ്യമങ്ങൾ കൊടുത്തു എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഞാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും ആ ദൃശ്യം കണ്ടില്ല എന്നുള്ളതാണ്. പോരാത്തതിന് സമരം എന്ന് പറഞ്ഞാൽ കലാസൃഷ്ടിയാണ്, ജെൻസിയുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇതേ കലാസൃഷ്ടി നിങ്ങൾക്ക് നേരെ എടുക്കട്ടെ, അംഗീകരിച്ച് തരുമോ? അതായത് നിൻ്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ചേർന്ന് വിളിക്കട്ടെ. ഒരു തന്തയ്ക്ക് വിളി കേട്ടാലേ ഉമാർക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന സിന്ധു സൂര്യകുമാർ, അവർ പണ്ട് ദുർഗാദേവിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ ഒരു വിമർശനം വന്നതേ ഉള്ളൂ. ഇവർക്ക് താങ്ങാനായിട്ട് പറ്റിയില്ല. ഇവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങ് ഇളവി. ഇത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു ആ സമയത്ത്. BJP എന്നെ കൊന്ന് തിന്നാൻ വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഗുമ്മില്ലല്ലോ, എന്നെയാണെങ്കിൽ ആർക്കും വേണ്ട. പോരാത്തതിന് അത് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗുമ്മുണ്ട്, അതിനൊരു ഇതുണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പോരാത്തതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭാര്യയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാന് ഭാര്യയുണ്ടല്ലോ. ആ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഭാര്യ എന്ത് ചെയ്യും? അധിക്ഷേപിക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ ഡോണ്ട് ഡാഷ് വിത്ത് ദ സ്റ്റുഡൻസ്, ജസ്റ്റ് ഗോ ആൻഡ് ഡാഷ് വിത്ത് യുവർ വൈഫ് എന്നൊക്കെയാണ് അവിടെയുള്ള മുദ്രാവാക്യങ്ങൾ എഴുതി പിടിപ്പിച്ചിരുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് നേരെ ഇങ്ങനെ ഒരു മുദ്രാവാക്യം വന്നാൽ എങ്ങനെ ഇരിക്കും?
ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്ത് പറയും, കലാപരമാണ് എന്ന് അവന്മാർ പറയില്ല, കാരണം അവന്മാർ അന്തം കമ്മികളാണ്, പിന്നെ കുറേ കൊങ്ങികളും ഇതിനകത്തുണ്ട് എന്നുള്ള സെറ്റപ്പിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വിനു വി ജോൺ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനുശേഷം ഒരു റീലിട്ടു. മോദിയുടെ റീൽ അറിയാമല്ലോ, മോദി ഇപ്പോൾ ഗ്ലോബൽ സ്റ്റാറാണ്, റീലിട്ട്. ഇതിന് മുമ്പ് മോദി റീൽ ഇടാത്തത് കൊണ്ട് ഇവന്മാരിങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ലൈക്ക് എടുത്ത് തൂക്കും. 1 മില്യൺ ലൈക്ക് കിട്ടിയിട്ടുണ്ട്, കൊള്ളാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും ഇടാത്തതുകൊണ്ട് എപ്പോഴും ഒഴിഞ്ഞു കിടക്കില്ല ഇൻസ്റ്റാഗ്രാം, അതുകൊണ്ട് അതിനകത്ത് ഏതെങ്കിലും ചപ്പട്ട വീഡിയോ എടുത്തിട്ട് അതും തൂക്കും. ഇതിന് 500K ഉള്ളൂ. അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെ, കാരണം 1 മില്യൺ ലൈക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാർത്ത അടിക്കും. യവന്മാർക്ക് അത് പറഞ്ഞ് ആശ്വസിക്കാം, അതിനു വേണ്ടി അടിക്കുന്നതാണ്. ഓക്കെ പോട്ടെ. പ്രധാനമന്ത്രി വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ യവന്മാരെ കിളി കൂടും തത്തിപ്പോയി. അവനാണെങ്കിൽ 1 മില്യണേ ഉള്ളൂ. ഇവിടെ ഇങ്ങേർക്കാണെങ്കിൽ 350 മില്യൺ 400 മില്യണൊക്കെയാണ് വ്യൂസ് തന്നെ അടിച്ചു പോകുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മൊത്തം ഫോളോവേഴ്സാണ് മോദിക്ക് ലൈക്കായിട്ട് മാത്രം കിട്ടുന്നത് എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മറ്റേ ഗോൾ പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു. എന്നിട്ട് പറഞ്ഞു, നാണമില്ലേ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ റീലിട്ട് കളിക്കാൻ, നാണമില്ലേ അയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെയും പല മാധ്യമ പ്രവർത്തകരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന കാഴ്ചകളുണ്ട്. മരപ്പാഴുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഒരു ഗതികേടെന്ന് പറഞ്ഞാൽ ഇവറ്റകളൊക്കെ അവിടെ കയറി ഇരിക്കുന്നത് മെറിറ്റിൻ്റെ തസ്തികയിലൊന്നുമല്ല, ഒരു കമ്മിയാണ് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ളൊരു പ്രിവിലേജ് നമ്മുടെ നാട്ടിൽ മാധ്യമപ്രവർത്തകരിൽ പലരും അനുഭവിക്കുന്നുണ്ട്. കാരണം കമ്മിയായി കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തനത്തിൽ വലിയ രീതിയിലുള്ള പ്രിവിലേജ് കിട്ടും, വലിയൊരു കോക്കസ് ഉണ്ട്. ആ പ്രിവിലേജും വെച്ചുകൊണ്ട് ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. തലയ്ക്കകത്ത് ചെളിയും കളിമണ്ണും ആയിരിക്കും. പക്ഷേ അതിൽ നിന്നും ഒരു കാര്യമില്ല. കാരണം അവർ ചെളിയും കളിമണ്ണും കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും ഇവിടെയുള്ള കമ്മി ബാക്ക്ഗ്രൗണ്ടും കമ്മികളായിട്ടുള്ള സാഹിത്യകാരന്മാർ വലിയൊരു ടീമാണ്. അവർ ഏറ്റെടുത്ത് വെളുപ്പിച്ച് വൈറ്റ് വാഷ് അടിച്ച് അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ, അതായത് നമ്മൾ ഈ പാടത്തുനിന്ന് ഈ നെല്ല് കൊയ്ത് കൊണ്ടുവന്ന് അതിനകത്തുള്ള അവസാനത്തെ മറ്റേ ഇതും വാഷ് ചെയ്ത് കളഞ്ഞ് അരിയായിട്ട് മാർക്കറ്റിലെത്തിക്കും പോലെയാണ് ഈ മെഷീനറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരു റീലിട്ടു. പ്രധാനമന്ത്രി പറഞ്ഞത്, എൻ്റെ അമ്മ ഇപ്പോൾ ജീവനോടെ ഇല്ല, അവരുടെ ശരീരം പോലും ഇപ്പോൾ ഈ ഭൂമിയിലില്ല, മരിച്ചുപോയി, അവർക്ക് പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ല, എൻ്റെ അമ്മയെപ്പോലും അപമാനിച്ചു, അതിന് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. അതിന് ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു തലക്കെട്ടെന്ന് പറയുന്നത്, ആശാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞേരെ. ഇതാണ് ഏഷ്യാനെറ്റ് കൊടുത്ത തലക്കെട്ട്, ക്ഷമിച്ചു എന്ന് പറയാന്ന്. അതായത് ഏഷ്യാനെറ്റിൻ്റെ മുതലാളി ആരെന്ന് അറിഞ്ഞുകൂടാ. ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഇവിടെയുള്ള നാട്ടുകാർ വിളിക്കുകയാണ്. മുതലാളിയുടെയും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ആരോ ആയിക്കോട്ടെ, അവരുടെ ഭാര്യയെയും മക്കളെയും അതിക്രൂരമായിട്ട് ലൈംഗികമായിട്ടുള്ള അധിക്ഷേപം നടത്തുന്നു. നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ആൾക്കാരാണല്ലോ, ലൈംഗികമായിട്ടുള്ള അധിക്ഷേപം നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ലൈംഗികമായിട്ടുള്ള അധിക്ഷേപം നടത്തുമ്പോൾ എന്താണ്, വലിയ രീതിയിൽ ഈ അധിക്ഷേപം നടത്തുമ്പോൾ ഈ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി വന്ന് പറയുകയാണ്, ഈ ഏഷ്യാനെറ്റിൻ്റെ ഈ തലപ്പത്തിരിക്കുന്ന വിനു വി ജോണോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഏത് മാധ്യമ പ്രവർത്തകനോ എന്തോ ആയിക്കോട്ടെ, ഹൂ എവർ ഇറ്റ് ഈസ്, അതൊന്നും കാര്യമില്ല, അവർ വന്ന് പറയുകയാണ് ഞാൻ അവരോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അത് വിനു വി ജോണിൻ്റെ വിശാല മനസ്കതയാണോ അല്ലെ ആശാൻ അവരോട് ക്ഷമിച്ചതാണോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നരേന്ദ്രമോദി അവരോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ വീഡിയോ പുറത്തു വന്നപ്പോൾ ഇവന്മാർക്കൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിപ്പോയി എന്ന് മാത്രമല്ല, ഈ തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ കരകയറും എന്നാണ് ഇവർ പ്രധാനമായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CJP പ്രകോപിതരായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൻസിയോട് ക്ഷമിക്കേണ്ട, ജൻസിയാണ് പ്രധാനമന്ത്രിയോട് ക്ഷമിക്കേണ്ടത് എന്ന് യുവമാർ പറഞ്ഞ് രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് ഈ കുട്ടികൾക്കെതിരെ കേസെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ എനിക്ക് ഒരു മകനോ മകളോ അല്ലെങ്കിൽ എൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ കൊന്നുകളഞ്ഞു എന്ന് കരുതുക. ആ കൊന്നുകളഞ്ഞ ആൾക്ക് ഞാൻ പറയുകയാണ്, ഞാൻ അവനോട് ക്ഷമിച്ചു, അവനൊരു തെറ്റ് പറ്റി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിയമം അത് പറയുമോ? നിയമം എന്ത് പറയാം, അവനോട് ക്ഷമിച്ചു, ഇനി കോടതിയിലും പോകണ്ട, ഒന്നും പോകണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കവനെ വെറുതെ വിടാം എന്ന് പറയില്ലല്ലോ. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അവിടെ നിയമം ആക്ട് ചെയ്യും. നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത് നിയമമാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകും. പ്രധാനമന്ത്രിയുടെ തള്ളയ്ക്ക് വിളിച്ചാലോ പാർലമെൻറ്റ് തകർക്കണമെന്ന് പറഞ്ഞാലോ പ്രധാനമന്ത്രി അത് ക്ഷമിക്കും. പ്രധാനമന്ത്രി ക്ഷമിച്ചു കഴിഞ്ഞാൽ നിയമം ക്ഷമിക്കില്ല. നിയമത്തിൻ്റേതായിട്ടുള്ള വഴികളുണ്ട്. രാജീവ് ഗാന്ധിയെ കൊന്നവരോട് സോണിയാഗാന്ധി ക്ഷമിക്കുമായിരിക്കും. പക്ഷേ സോണിയാഗാന്ധി ക്ഷമിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ ഇറക്കി വെളിയിലോട്ട് വിടറേ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. നിയമത്തിൻ്റേതായിട്ടുള്ള വഴികളുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങും. അടിയെങ്കിൽ അടി, ഇടിയെങ്കിൽ ഇടി, നിയമപരമായിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങും. കഴിഞ്ഞ ദിവസം വിനു വി ജോൺ ഈ ചർച്ചയ്ക്ക് പിന്നെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്നിരുന്നതാണ്. കോട്ട് സൂട്ടൊക്കെ വന്നിരുന്ന് വിനു വി ജോൺ പ്രധാനമന്ത്രി ഒന്നുകൂടെ അധിക്ഷേപിക്കാമെന്ന് വിചാരിച്ചു എന്ന് എനിക്കറിയില്ല. ഒരു പ്രധാനമന്ത്രിയുടെ അവസാനത്തെ റീലിന്മേൽ പിടിച്ചാണ് ചർച്ച. ക്ഷമിച്ചല്ലോ പ്രധാനമന്ത്രി, അപ്പോൾ പിന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കളഞ്ഞേക്കാമെന്ന് പറഞ്ഞ് ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നതാണ്. ആ ചർച്ചയിൽ വിനു വി ജോണിനെ പോലും സ്തബ്ധനാക്കിക്കൊണ്ട്
പ്രമുഖനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ രാജേഷ് രാമചന്ദ്രൻ അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. ഈ രാജേഷ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ്. നരേന്ദ്രമോദിയെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡിബേറ്റ്സൊക്കെ കാണാറുള്ളതാണ്. അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തൊരു വ്യക്തി കൂടെയായിരുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങൾ വിനു ബി ജോണിന് പോലും എതിർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനത് എന്താണെന്ന് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ച് തരാം. അതിഭയങ്കരമായിട്ടുള്ള രോഷത്തിന്റെ ഭാഗമായി ഒരു സമരം നടന്നു. ആ സമരം അതിഗംഭീരമായിട്ട് വിജയിച്ചു. ഈ സമരം വിജയിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സങ്കടകരമായിട്ട് പറയാവുന്ന ഒരു കാര്യമുണ്ട്. അവശേഷിക്കുന്ന ചിത്രങ്ങളും അവശേഷിക്കുന്ന ശബ്ദങ്ങളും അങ്ങേയറ്റം മോശമായിട്ടുള്ള ലൈംഗിക ചുവയുള്ള, അങ്ങേയറ്റം മോശമായിട്ട് ജനനേന്ദ്രിയങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന, അവരാരും വിദ്യാർത്ഥികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലര് ബ്യൂട്ടി പാർലറിൽ ഈ നഖം മിനുക്കുന്ന ജോലി ചെയ്യുന്നവർ, ചിലർ മറ്റു ചില ജോലികൾ ചെയ്യുന്നത്. ഒരു മാർക്സിയൻ നമ്മൾ തത്വശാസ്ത്രം അനുസരിച്ച് പറയുകയാണെങ്കിൽ ലുംപൻ പ്രോളിറ്റേറിയറ്റ്. ഈ ലുംപൻ പ്രോളിറ്റേറിയറ്റ് എപ്പോഴും വിപ്ലവത്തിന് തന്നെ വലിയ അപകടം ചെയ്യും എന്നാണ് മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഗണത്തിൽ പെടുത്താവുന്ന തരത്തിലുള്ള ചില ആളുകൾ ഇതിനകത്ത് വന്നിട്ട് അവരുപയോഗിച്ചിരിക്കുന്ന പദാവലികൾ, അവരുപയോഗിച്ചിരിക്കുന്ന ഭാഷ, അവരുപയോഗിച്ചിരിക്കുന്ന സ്ത്രീവിരുദ്ധത, ഇതിനകത്ത് ഞാൻ ആണും പെണ്ണുമായിട്ട് ആരെയും ഞാൻ വകതിരിച്ച് കാണിച്ചിട്ട് ആണ് പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല, പെണ്ണ് പറഞ്ഞാൽ ഇത് മോശമാണ്, ഇല്ല, അങ്ങനെ ഇതിനെ ഒന്നും കാണേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത, അതായത് ഒരു മനുഷ്യൻ, അത് രാഷ്ട്രീയ പ്രതിയോഗിയാകട്ടെ, ആ രാഷ്ട്രീയ പ്രതിയോഗികളുടെ അമ്മയെ ബലാത്സംഗം ചെയ്യണമെന്ന് ഉള്ള ഭീഷണി മുഴക്കുന്നത് എവിടുത്തെ രാഷ്ട്രീയമാണ്? അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ഡിക്ഷണറിയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് എന്ത് തരത്തിലുള്ള ലെക്സിക്കണാണിത്? ഈ തരത്തിൽ നമുക്ക് ഒരു സമരങ്ങളും ഒരു പ്രതിഷേധവും ഈ തലത്തിലേക്ക് പോകാൻ പാടില്ല. ഈ തലത്തിലേക്ക് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കടിഞ്ഞാണിടേണ്ടിയിരുന്നത് അവിടുത്തെ നേതാക്കൾ എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന വിദ്യാർത്ഥി സമരം ഇതിനെ പറയരുത്. ഈ സമരം നടത്തിയവരാരും വിദ്യാർത്ഥികളല്ല. അതിനകത്ത് 30ാമത്തെ വയസ്സിൽ കോടിക്കണക്കിന് രൂപ മുടക്കി അമേരിക്കയിൽ പോയിട്ട് ഒരു ബിരുദം വാങ്ങാൻ വേണ്ടി പോയ ഒരാളുണ്ടാവുമായിരിക്കാം. മറ്റൊരാളാണെങ്കിൽ മാസം എന്തോ 4-5 ലക്ഷം രൂപ വാടകയ്ക്കുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയോ പ്രത്യേകിച്ച് വരുമാനമോ ഒന്നും ഉള്ളതായിട്ട് അറിവില്ല. അദ്ദേഹം 3 തവണ മറ്റോ ക്ലാറ്റ് പരീക്ഷ എഴുതി തോറ്റതിന് ശേഷം ഒരു 2ാം തരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസത്തിലോ മറ്റോ ഒരു ബിരുദം എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു നേതാവ്. ഇവരാരും വിദ്യാർത്ഥികളല്ല, ഇവരെല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, അവർക്കൊരു ചുമതല ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ബലാത്സംഗ ഭീഷണി ആർക്കെതിരെയും മുഴക്കാൻ പാടില്ല. അതുപോലെ പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മയ്ക്കെതിരെ ആയതുകൊണ്ടല്ല, ആർക്കെതിരെയും മുഴക്കാൻ പാടില്ല. ആർക്കെതിരെയും ഈ തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ആരും ഉപയോഗിക്കാൻ പാടില്ല. അവിടെ പെൺകുട്ടികൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി അവരെ പേട്രണൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇളയവരാണെങ്കിലും ഈ തരത്തിലുള്ള പദങ്ങൾ ഒരു സമരമുഖത്തും ഉണ്ടാവാൻ പാടില്ല. കേട്ടല്ലോ, ഇതിൽ കൂടുതൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വിനു ബി ജോൺ ഇത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. പണ്ട് ഈ ഏഷ്യാനെറ്റിൽ PR സുനിൽ എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകനുണ്ടായിരുന്നു. അന്തം കമ്മി എന്ന് പറഞ്ഞാൽ അന്തം കമ്മി, അതായത് പാർട്ടിയുടെ സ്വന്തം പ്രോഡക്റ്റ്. പിന്നെ PR സുനിൽ ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്തിറങ്ങി, ഏഷ്യാനെറ്റിൻ്റെ ചില കാര്യങ്ങളിലൊക്കെ പ്രതിഷേധിച്ച് പുറത്തിറങ്ങി കൈരളിയിൽ പോയി അഭയം തേടിയ ശേഷം അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി ഇപ്പോൾ ഡീപോർട്ടർ ചാനലിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ സമയത്താണ് ഈ ഡൽഹി കലാപം വന്നത്. അപ്പോൾ പിന്നെ PR സുനിലിൻ്റെ ആ ഒരു നിലപാടിനനുസരിച്ചുള്ള മാധ്യമങ്ങളും വാർത്തകളും ഒക്കെയാണ് പോയത്. അതായത് പള്ളി കത്തിക്കുന്നതും പള്ളി ഇടിക്കുന്നതും പള്ളിയുടെ മുകളിൽ കയറി കൊടി നാട്ടുന്നതും ഒക്കെ അങ്ങനെയുള്ള വിഷ്വൽസാണ് പോയത്. ഇപ്പോൾ വേറൊരു അന്തം കമ്മിയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലപ്പത്ത് ഡൽഹിയിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള, അതായത് ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് നാഷണൽ മീഡിയാസ് ചർച്ച ചെയ്യുന്ന ഈ കാര്യങ്ങളിലോട്ട് ഇവർ വരുന്നത്. അപ്പോഴാണ് ഇവിടെയുള്ള നാട്ടുകാരോട് പറയുന്നത് പ്രധാനമന്ത്രിയുടെ അമ്മയെ ബലാത്സംഗം ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ ആ സമരത്തിനകത്ത് എന്നിവർ പറയുന്നത്. ആ സമയത്ത് ഇത് വലിയ വാർത്തയാണ് നാഷണൽ മീഡിയാസിൽ. വലിയ വാർത്തയെന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള വാർത്തയാണ് നാഷണൽ മീഡിയാസിനകത്ത്. അവിടെ ഈ പ്രക്ഷോഭകാരികൾ നടത്തുന്ന പല രീതിയിലുള്ള പേക്കൂത്തും, ഇവരൊന്നും പ്രക്ഷോഭകാരികളല്ല എന്ന് നാഷണൽ മീഡിയാസ് പറഞ്ഞായിരുന്നു. പക്ഷേ അപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്ലക്കാർഡുകളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും
ഈ ഒരു പ്രവണത എന്തായാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് മാപ്പ് കൊടുക്കുമായിരിക്കും, പക്ഷേ ഇവിടെയുള്ള ഇന്ത്യൻ ജനത അവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാകില്ല. എൻ്റെ ഒരു വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങിയ ഇത്രയും തെറി, പുള്ളിക്കാരൻ തെറി കേട്ട് വളർന്നൊരു മനുഷ്യനാണ്, നമുക്കറിയാം. ആ തെറിയാണ് ഫ്യൂവലാക്കി പുള്ളിക്കാരൻ മുകളിലോട്ട് പോയത്. പുള്ളിക്കാരൻ മാത്രമല്ല, ചരിത്രത്തിൽ ആരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാവരും കൊടിയ പീഡനങ്ങളും ശാപവാക്കുകളും ഏറ്റു തന്നെയാണ് വളർന്നിരിക്കുന്നത്. ഉദാഹരണം, മഹാഭാരതത്തിലെ ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഏറ്റവും അവസാനം ഗാന്ധാരിയെ കാണാനായിട്ട് ചെല്ലും. മഹാഭാരത യുദ്ധം ജയിച്ചു കഴിഞ്ഞ ശേഷം ഗാന്ധാരിയെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിക്കും. എൻ്റെ 101 മക്കളെ കൊന്നത് നീയാണ്, നിന്നെ ഞാൻ ശപിക്കുന്നു. അപ്പോഴും ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് നിൻ്റെ യാദവകുലം മുഴുവൻ നശിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോഴും ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ശ്രീകൃഷ്ണൻ പറയും, എല്ലാ തെറികളും എല്ലാ തരത്തിലുള്ള ശാപവാക്കുകളും എല്ലാ തരത്തിലുള്ള അബ്യൂസീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. അമ്മയുടെ ഈ ശാപവാക്കുകളും ഞാൻ ഏറ്റെടുക്കുന്നു. അതിലെനിക്ക് സന്തോഷവുമില്ല, എനിക്ക് ദുഃഖവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നീങ്ങുന്നത്. അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു ഇൻസൾട്ടിനെ ഫ്യൂവലാക്കിയാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഗുജറാത്ത് കലാപം തൊട്ട് ഇങ്ങോട്ട് വരെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്ക പോലും എതിരെ നിന്നിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അദ്ദേഹം വളർന്നു വന്നത്. പിന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ജൻസികൾ എന്ന പേരിൽ ഇവർ ലെഫ്റ്റിസ്റ്റ് ലിബറലുകളെ ഇറക്കി പ്രധാനമന്ത്രിക്ക് നേരെ തെറി വിളിക്കുകയാണ്. എന്തായിരുന്നാലും ഇതിൻ്റെയൊക്കെ ഗുണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് ഫ്യൂവലാവാൻ പോകുന്നതെന്ന് വരുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലും 2029 ആ സമയത്ത് വരാനിരിക്കുന്ന പ്രധാനമന്ത്രിയായി 4ാം തവണയും മോദി കയറുന്ന ആ ഒരു സന്ദർഭം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നത് അതുണ്ടായിരിക്കും. ഇതോടുകൂടി അത് കൺഫേം ആയിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ബീഹാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഇതുപോലെ ആക്ഷേപിച്ചിരുന്നു. അവിടുത്തെ പാർട്ടിയും രാഹുൽ ഗാന്ധിയുടെ ചില അണികളും മൈക്ക് കെട്ടിവെച്ചാണ് ആക്ഷേപിച്ചത്. ബീഹാർ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ BJPക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. ആ ഒരു സാഹചര്യം അതിഭീകരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആവർത്തിക്കാൻ പോവുകയാണ്. അതായത് മോദിക്ക് ഇതുവരെ 3-2 ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലല്ലോ. 3-3 ഭൂരിപക്ഷം കിട്ടുന്നത് കാണണമെങ്കിൽ 2029 വരെ കാത്തിരിക്കണം. അപ്പോൾ ശരി.